ഓരോരോ സമയമാകുമ്പോൾ നമ്മൾ അതിൻ്റേതായ സ്ഥലത്തെത്തും എന്ന് പറഞ്ഞ പോലെ ഇപ്പം സമയം 1:30 കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഇതൊരു റെസ്റ്റോറൻ്റ് ആണല്ലോ. അതെ, തൃശ്ശൂരുള്ള കൽച്ചി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെയാണ് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മീറ്റപ്പ് ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു സെക്കൻഡ് ഹോം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ രതീഷേട്ടനെ കാണാണ്ടായി. കിച്ചണിലേക്കാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കിച്ചണിൽ തന്നെ തുടങ്ങുന്നതല്ലേ അതിൻ്റേതായ ബുദ്ധി. അപ്പോൾ നമുക്ക് ഏതായാലും കിച്ചണിലേക്കൊന്ന് പോവാം, അവിടെ നിന്ന് തുടങ്ങാം ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് വിത്ത് മ്യൂസിക് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരു ജാമിങ് സെഷനൊക്കെ കാണാം. ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടീസിനും ഒക്കെ വരികയാണെങ്കിൽ ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് ഫീലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കിച്ചണിൽ നിന്ന് തുടങ്ങാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, അങ്ങനെ കൽച്ചിയുടെ കിച്ചണിലെത്തി. അപ്പോൾ ഇങ്ങോട്ടാണ് രതീഷേട്ടനും ഫ്രണ്ട്സും എല്ലാവരും വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എവിടെയാണ്. ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ഒരു സ്റ്റാർട്ടറാണ്. ത്രെഡ് ചിക്കൻ എന്ന് വിളിക്കുന്നത്. ത്രെഡ് ചിക്കൻ, ത്രെഡ് ലുക്കുള്ളത് തന്നെ. അത് ചിക്കൻ്റെ മുകളിൽ വരുന്ന ഒരു കവറിങ് ആണ്. ത്രെഡ് ലൈക്ക് കവറിങ്. ഇപ്പം ഉണ്ടാക്കും പ്രേക്ഷകന് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഇതിപ്പോ എനിക്കൊരു സംശയം, ഡേ വിത്ത് സ്റ്റാർ ആണോ അതോ ഡേ ഇൻ ദ കിച്ചൺ ആണോ പ്രോഗ്രാം? അല്ല, ഇതിനകത്ത് എന്താ വെച്ചാല് സാധാരണ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്ക് നോർമലി കിട്ടുക മീൽസ് കിട്ടും, സംഭവങ്ങളെല്ലാം കിട്ടും. പക്ഷേ ഇവിടെ സദ്യ, ഇലയിൽ സദ്യ ഇവിടുത്തെ പ്രത്യേകതകളാണ്. പിന്നെ ഇതെന്താണ് ഫിഷ്. സ്പെഷ്യൽ ഫിഷ്. ഇപ്പോൾ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ലഞ്ച് എത്താനുള്ള ചെറിയൊരു ഗ്യാപ്പ് അല്ലേ. പക്ഷെ നമുക്ക് ഒരു മിനിറ്റ് പോലും വെറുതെ കളയുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ അഭിചേട്ടനൊക്കെ കണ്ട ആ ഒരു ത്രില്ലിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു മ്യൂസിക് ജാമിങ് തന്നെ ഇവിടെ നടത്താം അല്ലേ. ഇത് ശരിക്കും കൽച്ചിയിൽ തന്നെയുള്ള ഒരു സെക്ഷനാണ്. ഡ്രംസും ഗിറ്റാറും എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലേ. ഒരു പാർട്ടിക്കൊക്കെ വരികയാണെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയൊരു കോർണറാണ്. പ്രത്യേകിച്ച് രതീഷേട്ടനും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊക്കിയതാ. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം, ഇനി വെയിറ്റ് ചെയ്യണില്ല. അഭിഷേട്ടാ റെഡി? കുറച്ചു നേരം നമുക്ക് ഇങ്ങോട്ട് തിരിയാനുള്ള സമയമാണ്. നമുക്ക് രതീഷേട്ടന്റെ എന്താ പറയാ സുഹൃത്തുക്കളുടെ ചില രഹസ്യങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞ് അറിയാനുണ്ട്. രതീഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കഴിവുള്ള ആളാണ്. ഇപ്പോൾ ഈ കേരള ക്യാൻ്റെ പരിപാടി തന്നെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കൊല്ലം വളരെ ഹിറ്റായിരുന്നു. ഇപ്പോൾ ഈ കൊല്ലം രതീഷേട്ടൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ. രതീഷേട്ടൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ രതീഷേട്ടൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് മോർ ദാൻ 8 years അല്ലേ? അതെ,
കുറച്ച് അധികം കാലമായിട്ട് രതീഷിൻ്റെ കൂടെ തന്നെ ഉണ്ട്. മെയിൻ ക്വാളിറ്റീസ് ഞാനും ശ്രദ്ധിച്ചത് പണ്ട് മുതലേ ഡിറ്റർമിനേഷൻ. ആള് ഒരു കാര്യം വിചാരിച്ചാൽ അത് എന്തായാലും നടത്തിയിരിക്കും. അതിൽ പിന്നെ എന്തുണ്ടായിട്ടും ആരെന്ത് പറഞ്ഞിട്ടും ആര് തളർത്താൻ നോക്കിയാലും ഒരു കാര്യമില്ല, ആളത് ചെയ്തിരിക്കും, അതിൽ വിജയിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യണ ഒരു ക്വാളിറ്റി രതീഷ് ഏട്ടൻ്റെ. അപ്പോൾ നമുക്ക് ഈ പാട്ടും അല്ലേ മേളവും എല്ലാം ആഘോഷങ്ങൾക്ക് ഒരു ചെറിയ ഇടവേള കൊടുക്കാനുള്ള സമയമായി. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ശേഷം നമുക്ക് ഡൈനിങ് ടേബിൾ. ഞങ്ങൾ ഇനിയിപ്പോൾ ചെറിയൊരു ബ്രേക്ക്, കാരണം ഞങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ പാലിന്റെ ട്രീറ്റാണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ യാത്ര. പാലുചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡിഷസ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരരുതെന്ന്, ഇല്ലെങ്കിൽ നിങ്ങളും വന്ന് ശല്യപ്പെടുത്തുന്നത് പേടിച്ചിട്ടാ. അയ്യോ ഇല്ല, അല്ല ട്രീറ്റ് ആയിട്ടേ കാശ് കൊടുത്തിട്ട് കഴിച്ചോട്ടെ. അങ്ങനെ ഇപ്പല്ല. ഓക്കെ, ശരി ശരി ശരി, താങ്ക് യു. കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. സമയം 3:30 മണിയായി. രതീഷ് ചേട്ടൻ്റെ മോൻ സ്കൂളിൽ വെയിറ്റ് ചെയ്യാണ്. അച്ഛൻ വിളിക്കാൻ വരുന്നുള്ളൊരു സർപ്രൈസ് ആണല്ലേ മോന്. ഒരു ഹിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. അപ്പം അച്ഛനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു നിമിഷങ്ങൾ നമുക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്തിരി സ്പീഡിൽ പോവാണ്. ഓക്കെ, ഇനി ബാക്കി സ്കൂളിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ, അത് കഴിഞ്ഞ് മോനെയും കൂട്ടി നമുക്ക് പ്ലേ സ്കൂളിൽ പോകണം, രതീഷ് ചേട്ടൻ്റെ പ്ലേ സ്കൂളിൽ പോകണം. രതീഷ് ചേട്ടൻ ഇങ്ങനെ ടെൻഷനിലാണ്, അവൻ ഒറ്റയ്ക്ക് അവിടെ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷനിലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി. പ്രിൻസിപ്പലിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോവാണ്. അച്ഛനെ പരിചയപ്പെടാൻ പറ്റി. ഇവിടെ ദേവമാതാ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് അച്ഛൻ, ഷാജു ഇടമന അച്ഛൻ. ഞങ്ങളുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ട വെൽവിഷർ എല്ലാമാണ്. മോൻ ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അപ്പോൾ മോനെ ഇപ്പോൾ സ്കൂളിൽ വിട്ട് വിളിക്കാൻ വേണ്ടി നമ്മളിവിടെ എത്തിയതാണ്. പാരൻസ് അസോസിയേഷനിലൂടെ നല്ല ആക്റ്റീവായിട്ട് മാറുന്ന പ്രത്യേകിച്ച് കുട്ടികളുടെ ഹോളിസ്റ്റിക് ഫോർമേഷന് വേണ്ടി മ്യൂസിഷ്യൻസ് ഒക്കെ ഇവിടെ വരുന്നത് വളരെ നല്ലതാണ്. ഞങ്ങൾ പാരൻസിനെ എല്ലാവരും ഓർഗനൈസ് ചെയ്തിട്ട്, അതായത് ഒരു മ്യൂസിക് ഷോ തന്നെ വെച്ചു. അതായത് ടാലന്റഡ് ആയ മ്യൂസിക് ടാലന്റ് ഉള്ള പാരന്റ്സിനെ വെച്ചിട്ട് ഞങ്ങൾ ഒരു ബാൻഡ് പോലെ പ്രോഗ്രാം തന്നെ. അല്ലല്ല, ഇവിടുത്തെ ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അതിനകത്ത് പാരന്റ്സിനെ വെച്ചിട്ട് നമ്മളൊരു മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കി എന്നിട്ട് ചെയ്തിരുന്നു. എന്തായാലും അച്ഛാ സന്തോഷം. ഞങ്ങൾ ഇറങ്ങി. താങ്ക് യു ഫാദർ. രതീഷ് ചേട്ടൻ്റെ തന്നെ ഒരു പ്ലേ സ്കൂളാണ്, പണ്ടത്തെ ഒരു സ്കൂളാണ്. അപ്പോൾ അതിനെ രതീഷ് ചേട്ടനെ ഏറ്റെടുത്ത് നടത്താണ് കൃഷ്ണ പ്ലേ സ്കൂൾ. അതെ, എൻ്റെ വൈഫാണ് നടത്തുന്നത്. അപ്പോൾ ആളിപ്പോൾ ഇന്നിപ്പോൾ കോളേജിൽ പോയിരിക്കുക. അപ്പോൾ രാവിലെ നിങ്ങൾ വരുന്നതിന് മുമ്പേ പോയി. അതായത് നമുക്ക് അവരൊന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണ് മോനെ തന്നെ ഒന്ന് കാണാൻ പറ്റിയത്. അതെന്താ വെച്ചാൽ ഇനി വരുമ്പോൾ കുറച്ച് തരും. അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിട്ടാൽ 5:30 വരെ ഇവിടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. വീടല്ലേ കേട്ടോ, വീടല്ലേ. ഞങ്ങളിങ്ങനെ ഫ്രീ ടൈമിലൊക്കെ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നത് ഭയങ്കര രസമാണ്.
നമുക്ക് പിള്ളേരുടെ കൂടെ. അല്ല കളിക്കാൻ നിറയെ മുറ്റമൊക്കെ ആയിട്ട് നല്ല രസമല്ലേ? നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ആളെ കാണാനുണ്ട്, സുധാൻഡി. നമ്മൾ വണ്ടിയിൽ നിന്ന് പേര് കേട്ടാണ് വന്നപ്പോ തന്നെ പറഞ്ഞു. ആന്റി ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കായിരുന്നു. അപ്പൊ നമുക്കൊന്ന് ആന്റി ഒന്ന് വെളിയിൽ ഇറക്കണ്ടേ? അയ്യോ നാണം വന്നപ്പോഴേക്കും. ഓ ഇപ്പം സ്കൂള് വിട്ട് ഉള്ള ഒരു ടൈം ആയതുകൊണ്ട് കുട്ടികളെ വിളിക്കാൻ വേണ്ടി പാരന്റ്സ് വരണ്ട. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലാണ്. എന്തായാലും നമ്മുടെ പിടിയിൽ വീഴും. ഇനി നമുക്ക് സ്റ്റുഡിയോയിൽ നജീം വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോ എനിക്ക് റെക്കോർഡിങ്ങിന് കയറേണ്ട സമയമായി. നമ്മള് തിരിച്ച് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക്. സുധാൻഡി ഒരു മിനിറ്റ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യോ? എന്താണോ ഷെയർ ചെയ്യേണ്ടത്? അല്ല ആന്റിയെ കുറിച്ച് ഒരുപാട് കേട്ടു. അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് മൊത്തം പറഞ്ഞത്. അപ്പം രതീഷ് ചേട്ടനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് ഒരു ദിവസം മൊത്തം രതീഷ് ചേട്ടന്റെ കൂടെയാണ്. അപ്പൊ രതീഷ് ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ മുതൽക്ക് എന്താണ് നമ്മളോടൊന്ന് പങ്കുവെക്കാൻ? പരിചയപ്പെട്ടാലും വളരെ കുറച്ചേ കാണാറുള്ളൂ. എൻ്റെ വൈഫ് അനുവിനെയാണ് സുധാനിക്ക് കൂടുതലും അടുപ്പവും ഇതൊക്കെ. കാരണം ഞാൻ വല്ലപ്പോഴും എനിക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ സഞ്ചാരി പോലെ ഇങ്ങനെ അവിടെ ഉണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നല്ലാതെ ഞാൻ ഇവിടേക്ക് അങ്ങനെ അധികം. എന്നാലും ആ ഒരു കുറച്ച് നിമിഷങ്ങളാണെങ്കിലും രതീഷ് ചേട്ടനെ കുറച്ചെങ്കിലും അറിയായിരിക്കുമല്ലോ. എന്താണ് നമ്മളോട് പറയാനുള്ളത്? പറഞ്ഞു ഭയങ്കര പാവെന്ന് പറഞ്ഞു. അതന്നെ അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഒരുപാട് സമയം ഇവിടെ കളയാനില്ല അല്ലെ? നജീമിക്ക് അവിടെ വെയിറ്റ് ചെയ്യാണ് സ്റ്റുഡിയോയില്. കാരണം ജോലി ഫസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് റെക്കോർഡിംഗ് ഇത്രയും സമയം ഫ്രീ ഇത്രയും സമയം ഇല്ലാതിരുന്നോണ്ടാണ് നമ്മൾ ഇത്രയും ഇതിന് വേണ്ടിയിട്ട് നിൽക്കാൻ. അപ്പം ആന്റി ശരി ശരി ആന്റി. അപ്പൊ നാദുവിനോട് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഇനി എന്തായാലും സ്റ്റുഡിയോയിലേക്ക് പോകാനുള്ള ഒരു സമയമായി. അപ്പൊ നമുക്ക് ഈ കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെ അല്ലേ ഒരു സെൽഫി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയാം. അപ്പോൾ വളയം വീണ്ടും ശരത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് നമുക്ക് കുറച്ച് നേരം കൂടിയും രതീഷ് ചേട്ടനെ ഒന്ന് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ ഫുള്ളി വർക്ക് 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 ഇത് മാത്രമേ തലയിലുണ്ടാവുള്ളൂ അല്ലേ? മ്യൂസിക് അല്ലേ, പാട്ട് മാത്രമായിരിക്കും. അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ? നമ്മൾ ഇനി അത് മാത്രമേ ചോദിക്കാൻ ബാക്കിയുള്ളൂ തോന്നുന്നുണ്ട്. ഞാൻ സത്യത്തില് ഇന്നിപ്പോ കണ്ട പോലെ ഇന്നാരും കണ്ടില്ല. ഇന്ന് ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല. ശരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണത്തോട് എനിക്ക് അത്ര വലിയ പ്രിയമില്ല. ഇങ്ങനെ ഭയങ്കര വിശന്നിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ വലിച്ചു വരി കഴിക്കുന്നുണ്ടാതെ. എൻ്റെ വൈഫ് എപ്പോഴും പറയും ഭക്ഷണത്തോടൊട്ടും പ്രേമം പറയാറ്. എനിക്ക് ഏതെങ്കിലും ഒരു ചെറിയ കറിയും കുറച്ച് ചോറും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാണ് താല്പര്യമുള്ളൂ. അല്ലാണ്ട് ഭയങ്കര സ്പെഷ്യൽ ഫുഡുകൾ കഴിക്കുക, സ്പെഷ്യൽ ആയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ കൽച്ചിയിലൊക്കെ പോകുമ്പോൾ പാലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനത്തെ അത് അവരുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളായതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ട് അവരെന്തെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെ പറയും. സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ഇനി വർക്ക് മോഡ് ഓൺ. അപ്പോൾ ഇവിടെ നജീമിക്ക വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് കയറാം. അങ്ങനെ രാവിലെ 10 മണിക്ക് തുടങ്ങിയ യാത്ര ഇപ്പോൾ സമയം 5:30 മണിയായി. ഈ നേരത്തും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളിന്ന് ഡേവിഡ് സ്റ്റാറിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ രതീഷ് ഏട്ടൻ്റെ സ്റ്റുഡിയോയിലാണ്. ഇപ്പം അച്ചൈൻസ് എന്ന് പറഞ്ഞ പുതിയ മൂവിയുടെ ഒരു റെക്കോർഡിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് നമ്മൾ യാത്രകൾ ചെയ്തു, പല പല സ്ഥലങ്ങൾ നമ്മൾ രതീഷ് ഏട്ടൻ്റെ കൂടെ കണ്ടു. തൃശ്ശൂരിൻ്റെ ഒരു അറ്റത്തുനിന്ന് തുടങ്ങി ഇപ്പോൾ നമ്മൾ യാത്ര രതീഷ് ഏട്ടൻ്റെ സ്റ്റുഡിയോ വരെ എത്തി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഏതൊരു എപ്പിസോഡായാലും നമുക്കറിയാം ഒരുപാട് സർപ്രൈസസ് അത് ആദ്യത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് മലയാളത്തിലെ ഇന്ന് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ ഗായകനാണ് അകത്തുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഇസ് നൺ അതർ ദാൻ നമ്മുടെ സ്വന്തം നജീമിക്ക. അപ്പോൾ നജീമിക്കയാണ് അച്ചൈൻസ് എന്ന മൂവിയിൽ ഒരു ഗാനം ആലപിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി റെക്കോർഡിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കടക്കാം. ഒപ്പം നമുക്ക് റെക്കോർഡിംഗ് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വിൽ ചിൽ ഔട്ട്.
സ്റ്റുഡിയോയുടെ അകത്തെത്തി. അപ്പം 2 സെക്ഷനാണ് ഇവിടെ, ഓൾറെഡി റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് കടന്നു നോക്കാം. വാനം അതിരുകളായി ലഹരികളിൽ മുഴുകുവാൻ രാവിന്റെ രാക്കുടിലെ മാലാഖമാരെ കാണുവാൻ. നമ്മുടെ ഡേ വിത്ത് സ്റ്റാറിൻ്റെ ഓരോ എപ്പിസോഡിലും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ശരിക്കും ഓരോരോ സർപ്രൈസസ് ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രതീഷേട്ടൻ്റെ കൂടെ ഈ ഒരു ദിവസം ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ചു. കുറേ പ്ലാൻസ് ഒന്നും നമുക്ക് ടൈം കാരണം നടത്താൻ പറ്റിയില്ല. ഒരു ഓഫ് റോഡൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ അതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടൊരു സർപ്രൈസ് നമുക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം നജീമിക്ക എന്നൊരു സോങ് റെക്കോർഡിങ്ങിന് വേണ്ടി വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വന്ന സ്ഥിതിക്ക്, നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? എന്താണ് ഉദ്ദേശം? വളരെ പാവം പിടിച്ചൊരു ഇത് എത്രാമത്തെ സോങ് ആണ്? ഞാൻ ചേട്ടന് വേണ്ടി 4ാമത്തെ സിനിമയിലാണ് പാടുന്നത്. ഇപ്പോൾ നമ്മൾ അച്ചായൻസ് അതിലെ ഒരു സൂപ്പർ സോങ് ആണ്, ട്രാവൽ സോങ് ആണ്. അതപ്പോൾ എടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കേട്ടു. കേട്ടു. എങ്ങനെയാണ് രതീഷ് എന്ന ആ മ്യൂസിക് ഡയറക്ടറുടെ കൂടെയുള്ള ജേർണി? അത് എനിക്ക് വളരെ എന്താണ് സന്തോഷം തരുന്ന ഒരു ജേർണി തന്നെയാണ്. ഡെഫിനറ്റ്ലി ചേട്ടൻ്റെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു ചേട്ടൻ്റെ ഒരു എൻട്രി എന്ന് ആണെങ്കിൽ എൻ്റെ ഒരു വിലയിരുത്തൽ. ആ മഴനീർ തുള്ളികൾ എന്നുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മെലഡിയായിരുന്നു. മലയാള സിനിമയിൽ പെട്ടെന്ന് തന്നെ ഇത്രയും വലിയൊരു ഹിറ്റിലോട്ട് ഒരു പോയ പാട്ടായിരുന്നു അത്. പിന്നെ അതുകൊണ്ട് അതിന് ശേഷമുള്ള ചേട്ടൻ്റെ പാട്ടുകളൊക്കെ തന്നെ എല്ലാം ഹിറ്റായിരുന്നു. ചേട്ടൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ല നല്ല ഒരു ചേട്ടൻ്റെതായിട്ടുള്ള സിഗ്നേച്ചറുണ്ട് ചേട്ടൻ്റെ പാട്ടിൽ. അതാണ് ഏത് പാട്ട് പാടിയാലും. ഇപ്പം ഞാനിപ്പോൾ പാടിയ എല്ലാ പാട്ടുകളിലും ചേട്ടൻ്റെതായിട്ടുള്ള ചേട്ടനെന്ന് പറയും രതീഷ് ചേട്ടനാണ് മ്യൂസിക് എന്നുള്ള സാധനം അത് വിളിച്ചത്. നമ്മൾ കുറച്ചേരം ഇവിടെ ഇരുന്ന് കേട്ടു. അത് മുഴുവനും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, കാരണം അതിൻ്റെതായ ഇതുണ്ട്. അപ്പോൾ പക്ഷെ കേട്ടിടത്തോളം ഒരു വരികളെല്ലാം തന്നെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ചാൻസിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. സാധാരണ ഞാൻ എന്റെ ആദ്യത്തെ സിനിമ കോക്ടെയിലിൽ തുടങ്ങി ഇങ്ങോട്ട് ബ്യൂട്ടിഫുൾ ഓരോ സിനിമകൾ എടുത്താലും നമ്മൾ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ മെലഡികൾ. പക്ഷെ ഇപ്പോ ഈ ഒരു സിനിമയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതിപ്പോ ട്രാവൽ സോങ് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഒരു പെപ്പി നമ്പർ പോലെയാണ്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഒരു ശൈലികൾ വെച്ചിട്ട് ഒരു സോഫ്റ്റ് മെലഡീസ് ഒന്നും അല്ല. നജീം തന്നെ എന്റെ മുമ്പത്തെ പാട്ട് പാടിയതിൽ എല്ലാം മെലഡിയാണ്. കാരണം ആടുപുലിയാട്ടത്തിലെ ചിലും ചിലും എന്നുള്ള പാട്ട്, ഞങ്ങള് കളം എന്ന് പറഞ്ഞൊരു സിനിമ, അതില് ആദ്യമായി എന്നിട്ട് നല്ലൊരു സൂത്തിങ് മെലഡി ചെയ്തിട്ടുണ്ട്. അത് പാടാൻ പറ്റാത്ത അവസ്ഥയല്ല, എന്നാലും നല്ല രസകരമായ ഒരു പാട്ടായിരിക്കണം മേ ബി. പിന്നെ ഞങ്ങൾ സ്വർണ്ണ കടുവയിൽ ചെയ്തു, അതൊരു സ്വർണ്ണക്കടുവയിലുള്ള പാട്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ആ പാട്ട് ചിലും ചിലുമാണ് ഞാൻ ആദ്യം പാടുന്നത്. അത് വളരെ ഹിറ്റാണ്. അത് എന്തോരം മെസ്സേജാണ് എനിക്ക് ഫേസ്ബുക്കിലൂടെ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഒരു യൂട്യൂബിലും ഒരുപാട് നല്ല വ്യൂസ് ഇനി അടുത്ത ചോദ്യം എക്സ്പെക്ട് ചെയ്തിരിക്കാന്ന് എനിക്കറിയാം. ചോദ്യം ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി, 2 അല്ല ഒരു 4 വരി നമുക്കൊന്ന്. ഓക്കെ. ചിലും ചിലും ചിൽ താളമായി മാർഗഴിപ്പൂന്തന്നലായി വിരൽ തൊടുന്നു നെഞ്ചിനെ ആരോ ആടിമാസവർഷമായി ആദ്യമോഹരാഗമായി ആർദ്രമായി പുൽകിയോ ആരോ ചില്ലുപോൽ ചിന്തും ചോലയോ മെല്ലയൻ കാതിൽ മോളിയോ കാട്ടുമല്ലിപ്പൂവ് കണ്ണു ചിമ്മിയോ മനം കൊതിക്കും കാലമിങ്ങു വന്നു ചിലും ചിലും ചിൽ താളമായി മാർഗഴിപ്പൂന്തന്നലായി വിരൽ തൊടുന്നു നെഞ്ചിനെ ആരോ. അങ്ങനെ ഈ ഒരു സർപ്രൈസും കൂടി നമുക്ക് കിട്ടി. റിയലി എന്താ പറയുക, ഭയങ്കര
എൻജോയിങ് ആണ്. Thank Thank you, you so thank much. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് രതീഷ് ഏട്ടാ അച്ചായൻസിനെ കുറിച്ചും ഒക്കെ ഒന്ന് നന്നായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ യാത്രകളിൽ എല്ലാം കൂട്ടായിട്ടിരുന്ന് അത് കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞോ എന്നെനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ജീവിതത്തിലത്തെ ചില മൊമെൻറ്റുകളാണത്. അപ്പോൾ അതിനൊപ്പം ചിലവഴിച്ച എല്ലാ പ്രേക്ഷകർക്കും ഉള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത സിനിമയാണ് ആടുപുലിയാട്ടം. അതിലെ ഒരു വാൾമുനക്കണ്ണിലെ എന്നുണ്ട് പി ജയചന്ദ്രൻ സാർ പാടി കൈതപ്പുറം തിരുമേനി ആദ്യമായി എനിക്ക് വേണ്ടിയിട്ട് ലിറിക്സ് എഴുതിയ പാട്ടാണ്. അതുപോലെ തന്നെ അതിൽ ഹരിനാരായണൻ എഴുതിയ ചിലും ചിലും എന്നുള്ള പാട്ടാണ് നജീം പാടിയത്. ഇത് വാൾമുനക്കണ്ണിലെ എന്നുള്ള പാട്ടിൻ്റെ ഒരു 2 ലൈൻ. വാൾമുനക്കണ്ണിലെ മാരിവില്ല് കട്ടെടുക്കാനെൻ കൈ തരിച്ചു, തൊട്ടപ്പോൾ മഴവില്ല് തേൻമഴയായി, ആ മഴ ആദ്യാനുരാഗമായി, ഇതുവരെ അറിയാത്ത നൊമ്പരമെൻ ആത്മാവിൽ ഞാനറിഞ്ഞു, അരുവിയായി പല വഴി അലഞ്ഞതെല്ലാം അഴകേ നിന്നരികിലേക്കായിരുന്നു, വാൾമുനക്കണ്ണിലെ മാരിവില്ല് കട്ടെടുക്കാനെൻ കൈ തരിച്ചു, തൊട്ടപ്പോൾ മഴവില്ല് തേൻമഴയായി, ആ മഴ ആദ്യാനുരാഗമായി. Thank you so much രതീഷ് ഏട്ടാ. Thank you so much. Okay, അപ്പോൾ അപ്പോൾ എന്തായാലും ഇനിയും- ഞങ്ങളെ സഹിച്ച് ഇനി ഞാൻ അങ്ങോട്ട് വരാൻ യാത്ര വരും. ചെയ്തതിനും നന്ദി. അപ്പൊ ഇത്രയും നേരം ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഇത്രയും കുറെ നല്ല മൊമെന്റ്സ് ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും അച്ചായൻസ് ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. ആവണം, തീർച്ചയായിട്ടും ആവണം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. കുറേ യാത്രകളും കുറേ ഫുഡും കുറേ ചിരിയും പാട്ടുകളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ദിവസം നമ്മൾ രതീഷ് ഏട്ടൻ്റെ കൂടെ ശരിക്കും എൻജോയ് ചെയ്തു. ഹോപ്പ് യു ഓൾ എൻജോയ്. അപ്പോൾ ഇനി അടുത്ത ഒരു നക്ഷത്രത്തിനോടൊപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. ദിസ് ഇസ് മീനാക്ഷി സൈനിങ് ഓഫ്.